നമസ്കാരം, ഞാൻ സജിനി റജി. സജിനേഹൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ പുതുവത്സരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം, ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഫോൺ ചാർജ് കയറുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചാർജറൊക്കെ മാറ്റി നോക്കിയിട്ടൊന്നും ചാർജ് കയറുന്നില്ല. അപ്പോൾ നമ്മൾ കടയിൽ കൊടുത്തു. അപ്പോൾ ഇന്നലെയാണത് ശരിയാക്കി കിട്ടിയത്. അത് ഇനി ഈ ഫോണുമായിട്ട് അങ്ങോട്ട് വന്നേക്കരുതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കുറേ നാളായി ഇത് നന്നാക്കുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ഫോൺ അവർ ശരിയാക്കി തന്നു. അപ്പം ഇന്നത്തെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ചെടികൾ നല്ല കരുത്തോടെ വളരാനും നല്ല കൈഫലം ഉണ്ടാകാനുമായിട്ട് ചെടികൾക്ക് കൊടുക്കുന്ന നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ എങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കപ്പോൾ സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ കുറേ പച്ചക്കറി വേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഏതുതരം പച്ചക്കറി വേസ്റ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. പച്ചക്കറി വേസ്റ്റ് ചെടികൾക്ക് നല്ല നല്ല കരുത്തോടെ വളരാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ മഴക്കാലത്ത് നമുക്ക് ചെടികൾക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പച്ചക്കറി വേസ്റ്റ് ഞാൻ നമ്മുടെ ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അതിനായിട്ട് ഇതൊരു ചെറിയൊരു തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഏത് തരം പച്ചക്കറി വേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഉള്ളിത്തോലുണ്ട്, വാഴയ്ക്കായുടെ തോലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ചിരട്ട നമ്മുടെ ചാണകപ്പൊടി ഒരു ചിരട്ട ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു കിഴി പോലെ കെട്ടിയെടുക്കാം. ഇത് നമുക്കിനി ഒന്ന് കെട്ടിക്കൊടുക്കാമേ. കെട്ടിക്കൊടുക്കുകയാണ്. നമ്മളൊരു കിഴി പോലെ ഇത് കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ചെടിയുടെ ചുവട്ടിലേക്ക് നമുക്കിത് കുഴിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നോക്കിയേ, ഇത് നമ്മുടെ ഒരു പച്ചമുളകാണ്. നോക്കിയേ, ലൈറ്റ് കളറുള്ള ഒരു പച്ചമുളക് കണ്ടോ. നോക്കിയോ, ഇന്നത്തെ വെയിൽ കൊണ്ട് ഈ ചെടിയൊക്കെ പെട്ടെന്ന് അങ്ങ് വാടിയത് കണ്ടോ. നമ്മുടെ നിറച്ചും മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഈ നമ്മുടെ പച്ചമുളകിന് കേട്ടോ. ഈ പച്ചമുളകിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ഈ കിഴി കെട്ടിയേക്കുന്നത് നമുക്ക് ഒരു ചെറിയൊരു കുഴി കുഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഇത് താത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. കുഴി കുഴിച്ചു, എന്നിട്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് മണ്ണൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചെടി നല്ല കരുത്തോടെ വളരുകയും അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന ജൈവ സ്ലറിയാണ് നമ്മുടെ ചെടികളെയാണ് നല്ല കരുത്തോടെ വളരാൻ സഹായിക്കുകയും അതുപോലെ നല്ല പൂക്കൾ വരാനും കായ്കൾ പിടിക്കാനുമായിട്ട് സഹായിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ചെടിക്ക്. അപ്പോൾ നമ്മുടെ ഈ പച്ചമുളകിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് അഴുകുകയും അതിൽ നിന്ന് വരുന്ന ജൈവ സ്ലറിയാണ് നമ്മുടെ ഈ ചെടികളുടെ വേരുകൾ വഴി അത് വലിച്ചെടുക്കുകയും ചെടികൾ നല്ല കരുത്തോടെ വളരുകയും അതുപോലെ തന്നെ ചെടികൾക്ക് നല്ല കായ്ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ട്, ഫലപ്രദമാണോ എന്ന് പരീക്ഷിച്ചിട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എത്ര മിനിറ്റായി നോക്കി.